ഹലോ മക്കൾസ്, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. ഇറ്റ്സ് മീ ചേക്കി. എൻ്റെ മക്കളെ, വരാനിരിക്കുന്ന നമ്മളെ സെക്കൻഡ് ടൈം എക്സാം ഉണ്ടല്ലോ, ആ സെക്കൻഡ് ടൈം എക്സാമിൽ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ചോദ്യം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും 6 മാർക്ക് ഉറപ്പാണ്. ആ 6 മാർക്ക് വരുന്ന ഒരു ചാപ്റ്റർ ഏതാ നിങ്ങൾക്ക് അറിയണ്ടേ മക്കളെ? നമ്മൾ 5ാമത്തെ ചാപ്റ്ററിനകത്ത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്ക് മാക്സിമം 8 to 10 മാർക്കിനുള്ള ചോദ്യങ്ങൾ വരും. അതിൽ തന്നെ 4 to 6 മാർക്കിനുള്ള ചോദ്യം ഈ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ്. അപ്പോൾ ഇത് പഠിക്കാതെ ഒരു കാരണവശാലും നമ്മളെ സെക്കൻഡ് ടൈം എക്സാമിന് നിങ്ങൾ പോകാൻ പാടില്ല. അപ്പോൾ ഇത് പഠിക്കാന്ന് വരുമ്പോൾ നിങ്ങൾ കേട്ട് ബുദ്ധിമുട്ടാവുന്നു വേണ്ട. ഞാൻ ഈ കാണിക്കുന്ന അല്ലെങ്കിൽ ഞാനിവിടെ പ്രദർശിപ്പിക്കുന്ന ഈ ചോദ്യമുണ്ടല്ലോ, ഈ ചോദ്യം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ആ 6 മാർക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ മക്കളെ, മാക്സിമം എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. ആർക്കും ഒരു കുഴപ്പവും ബുദ്ധിമുട്ടും മനപ്രയാസമില്ല എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം. 6 മാർക്ക് ഷുവറാണ്. ഓക്കെ, അപ്പോൾ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ഇത് പഠിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഇത്രേ ഉള്ളൂ. ആദ്യം നമുക്ക് ഈ 2 ചിത്രങ്ങൾ, പരീക്ഷയ്ക്ക് എപ്പോഴും ഇങ്ങനത്തെ ഒരു ചിത്രത്തിനെ ബേസ് ചെയ്തിട്ടാണ് ചോദ്യങ്ങൾ വരിക. അപ്പോൾ ഈ 2 ചിത്രങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഒരു കൺഫ്യൂഷൻ വരാൻ പാടില്ല. ഇവിടെ നോക്കും, നമുക്ക് തന്നിട്ടുള്ള മീഡിയം മാധ്യമം എന്ന് പറഞ്ഞാൽ വാട്ടറും എയറും തന്നിട്ടുണ്ട്, ഗ്ലാസും എയറും തന്നിട്ടുണ്ട്. അപ്പോൾ ക്രിട്ടിക്കൽ കോൺ അല്ലെങ്കിൽ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ, പൂർണ്ണാന്തര പ്രതിഫലനം, ഇതൊക്കെ കണ്ടെത്താൻ എപ്പോഴും നമുക്ക് ഇതേ രൂപത്തിലുള്ള ചിത്രത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ് വരിക. അപ്പോൾ ആദ്യം നമ്മൾ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഈ കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കണം. ഇവിടെ ലൈറ്റ്, പ്രകാശം പാസ് ചെയ്യുന്നത് വാട്ടറിൽ നിന്ന് എയറിലേക്കാണ്, ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയർ മീഡിയത്തിലേക്കാണ്, സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്കാണ്. ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ലൈറ്റ് ഇങ്ങനെ വരുന്നു, ഇത് അതിൻ്റെ സർഫസ് ഏരിയയിലൂടെ, ഉപരിതലത്തിലൂടെ പോകുന്നു. അതല്ലേ ഈ ചിത്രത്തിൽ തന്നിട്ടില്ലേ? ഇങ്ങനൊരു ചിത്രം കണ്ടു കഴിഞ്ഞാൽ മക്കളെ ഓർത്തോളൂ, ഇത് ക്രിട്ടിക്കൽ കോൺ, ഇത് ക്രിട്ടിക്കൽ ആംഗിൾ ആണ്, ഇത് ക്രിട്ടിക്കൽ കോൺ, ക്രിട്ടിക്കൽ ആംഗിൾ. അപ്പോൾ ഇതിലൊരു കൺഫ്യൂഷൻ വരാൻ പാടില്ല. അപ്പോൾ ഒരു ലൈറ്റ് വന്നിട്ട് അതിൻ്റെ സർഫസ് ഏരിയയിലൂടെ പോകുന്നൊരു ചിത്രം നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് ഏതാണ്? ഇപ്പം തന്നെ ഉറപ്പിച്ചോളൂ, ഏതാണ്? അത് ക്രിട്ടിക്കൽ കോൺ ആണ്, ക്രിട്ടിക്കൽ ആംഗിൾ ആണ്, ഓർത്തിരിക്കാം. ഇനി വാട്ടറും ഗ്ലാസിൻ്റെ ക്രിട്ടിക്കൽ കോൺ നിങ്ങൾ പഠിക്കണം. അപ്പോൾ ഇനി ഇവിടെ ഈ കോണിനെ നമ്മൾ ഇൻസിഡന്റ് ആംഗിൾ, അല്ലെ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്നൊക്കെ പറയും, പതനക്കോൺ എന്ന് പറയും. അങ്ങനെയെങ്കിൽ ഇതിനെയാണ് നമ്മൾ അപവർത്തന കോൺ എന്ന് പറയുക. അപ്പോൾ ഈ അപവർത്തന കോൺ അല്ലെങ്കിൽ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി ആവുന്ന സമയത്ത് നമ്മളെ ഇൻസിഡന്റ് ആംഗിളിനെ പറയുന്ന പേരാണ് ക്രിട്ടിക്കൽ കോൺ. ഓർത്ത് വെച്ചോളി, ഇത്രേ ഉള്ളൂ. അപ്പോൾ എന്താണ്, നമ്മൾ അപവർത്തന കോൺ 90 ഡിഗ്രി ആവുന്ന സമയത്ത് ഈ പതനക്കോണിനെ പറയുന്ന പേരാണ് ക്രിട്ടിക്കൽ കോൺ. അത്രേ ഉള്ളൂ. അതായത് റിഫ്രാക്ഷൻ, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി ആവുന്ന സമയത്ത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അതായത് പതനക്കോണിനെ പറയുന്ന പേരാണ് ക്രിട്ടിക്കൽ കോൺ. അപ്പോൾ ഇനി നിങ്ങൾ പഠിക്കേണ്ട അടുത്തൊരു പോയിന്റ്, ഈ വാട്ടറിൻ്റെ ക്രിട്ടിക്കൽ കോൺ എന്ന് പറഞ്ഞാൽ 48.6 ഡിഗ്രിയാണ്. ഇനി അതോടൊപ്പം തന്നെ ഗ്ലാസിൻ്റെ ക്രിട്ടിക്കൽ കോൺ എന്ന് പറഞ്ഞാൽ 42 ഡിഗ്രിയാണ്. ഈ കാര്യം കൂടി നിങ്ങൾ അതിനകത്ത് മനസ്സിലാക്കണം മക്കളെ, നോക്കിക്കൂടി. അപ്പം 48.6 ഡിഗ്രി ലൈറ്റ് വന്നാൽ അത് അതിൻ്റെ സർഫസ് ഏരിയയിലൂടെ പോകുന്നു. ഗ്ലാസ്സിലാണെങ്കിൽ 42 ഡിഗ്രിയാണ് വരുന്നതെങ്കിൽ അത് അതിൻ്റെ ഉപരിതലത്തിലൂടെ, സർഫസിലൂടെ പോകുന്നു. അപ്പോൾ ഇവിടെയുള്ള കോൺ എത്രയായി? 90 ഡിഗ്രി. അങ്ങനെയെങ്കിൽ ഈ കോണിനെ നമ്മൾ സി, അതേതാണ്? ക്രിട്ടിക്കൽ കോൺ, ക്രിട്ടിക്കൽ ആംഗിൾ. അപ്പോൾ ഇനി ഇതിൽ ആർക്കും ഒരു കൺഫ്യൂഷൻ വരാൻ പാടില്ല. സെറ്റാണല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ, ബുദ്ധിമുട്ടില്ലല്ലോ, മനപ്രയാസമില്ലല്ലോ, ഓക്കെ അല്ലേ? സെറ്റ്. ഓക്കെ മക്കളെ, അങ്ങനെയെങ്കിൽ ക്രിട്ടിക്കൽ കോൺ എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള ചെറിയ ഡെഫിനിഷൻ കൂടി ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ജസ്റ്റ് മനസ്സിലാൻ വേണ്ടി, എന്താണ്? ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അറ്റ് വിച്ച് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ബിക്കം 90 ഡിഗ്രി. കണ്ടില്ലേ? 90 ഡിഗ്രി ആവുന്നു. ആ സമയത്ത് നമ്മൾ ഇൻസിഡന്റ് ആംഗിൾ പറയുന്ന പേരാണ് ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയാം. അപ്പോൾ ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ വാട്ടറിൻ്റെ 48.6ഉം ഗ്ലാസിൻ്റെ 42 ഡിഗ്രി. ഇത് ഓർത്ത് വയ്ക്കണം. അപ്പോൾ അപവർത്തന കോൺ 90 ഡിഗ്രി ആവുന്ന സന്ദർഭത്തിൽ പതനക്കോണിനെ പറയുന്ന പേരാണ് ക്രിട്ടിക്കൽ കോൺ. അപ്പോൾ ജലത്തിൻ്റെയും ഗ്ലാസിൻ്റെ ക്രിട്ടിക്കൽ കോൺ പഠിച്ചു വയ്ക്കാം. അപ്പോൾ ഇതിനെ ബേസ് ചെയ്ത് എന്തായാലും ഒരു ചോദ്യം ഉറപ്പാണ്. അപ്പോൾ ഇതിൻ്റെ ചോദ്യം എങ്ങനെയെന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരും. ഇപ്പോൾ നമ്മൾ ബേസിക് പഠിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ കൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കണം. കൺസെപ്റ്റ് മനസ്സിലാക്കിയ പിന്നെ ഏത് കൊലക്കൊമ്പ് ചോദ്യം വന്നാലും നിങ്ങൾ പുഷ്പം പോലെ ആൻസർ ചെയ്യും. ഓക്കെ, അപ്പോൾ മക്കൾ നോക്കൂ. ഇനി അടുത്ത ചിത്രം എന്താണ്? ഞാൻ ഹെഡിങ്ങിന് കൊടുത്തത് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ആ ചിത്രത്തിലേക്ക് നോക്കൂ. ദാ ഇവിടുന്ന് ലൈറ്റ് വന്നു, അതേ മീഡിയത്തിലേക്ക് തന്നെ തിരിച്ചുപോയി. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ മുഴുവനായിട്ട് ഉള്ളിലേക്ക് തന്നെ പ്രതിഫലിക്കുന്നു. ദാ ഇവിടെ ലൈറ്റ് വന്നു, ഗ്ലാസ്സിലേക്ക് തന്നെ വന്നു. അപ്പോൾ വാട്ടറിൽ നിന്ന് ലൈറ്റ് വന്നു, വാട്ടറിലേക്ക് തന്നെ പോകുന്നു. ഗ്ലാസ്സിൽ നിന്ന് ലൈറ്റ് വന്ന് ഗ്ലാസ്സിലേക്ക് തന്നെ പോകുന്നു. ഇങ്ങനെ ഒരു ചിത്രം കണ്ടാൽ അത് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ, പൂർണ്ണാന്തര പ്രതിപതനം അല്ലെങ്കിൽ പ്രതിഫലനം എന്നൊക്കെ പറയാം. അപ്പോൾ ആ ചിത്രമാണെന്ന് ഓർത്തേക്ക്, അതിലൊരു കൺഫ്യൂഷൻ വേണ്ട. ഇനി പൂർണ്ണാന്തര പ്രതിഫലനം, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കണമെങ്കിൽ ഈ കോൺ എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ കോണിനേക്കാൾ വലിയ ആംഗിൾ ആയിരിക്കണം. അപ്പോൾ വാട്ടറിൻ്റെ ക്രിട്ടിക്കൽ കോൺ എന്ന് പറഞ്ഞാൽ 48.6 ഡിഗ്രിയാണ്. അതിനേക്കാൾ കൂടിയ അളവിൽ, ഒരു എക്സാമ്പിൾ, ഇതൊരു 49 ഡിഗ്രി ആണെങ്കിൽ എന്താ സംഭവിക്കുക?
ഇവിടെയും 49 ഡിഗ്രി ആവും. ഇത് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. കാരണം എന്താ മക്കളെ, ഇത് 48.6 കൂടുതലാണ്. അപ്പം 48.6 കൂടുതലാണെങ്കിൽ മാത്രമേ ഇവിടെ എന്ത് സംഭവിക്കുള്ളൂ, നമ്മുടെ വെള്ളത്തിൽ വാട്ടറിൽ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കുകയുള്ളൂ. ഇനി അടുത്തത് ഗ്ലാസ്സിലാണെങ്കിൽ ഗ്ലാസിൻ്റെ ക്രിട്ടിക്കൽ കോൺ എത്രയാണ്? 42 ഡിഗ്രിയാണ്, നിങ്ങൾക്കറിയാം, നമ്മൾ നേരത്തെ പഠിച്ചു. അപ്പോൾ ഇതൊരു 43 ഡിഗ്രി ആണെങ്കിൽ എന്ത് സംഭവിക്കുന്നു, ഇവിടുന്ന് ഒരു ലൈറ്റ് വന്നാൽ അതേ മീഡിയത്തിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു. അതുകൊണ്ട് ഇത് ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടിയ അളവിൽ ഒരു ലൈറ്റ് വന്നാൽ അതെന്ത് സംഭവിക്കുന്നു, അതേ മീഡിയത്തിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു. ഇതാണ് നമ്മളെ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ, പൂർണ്ണാന്തര പ്രതിഫലനം എന്ന് പറയുന്നത്. അപ്പോൾ ഇതും ഈ കൺസെപ്റ്റും നിങ്ങൾക്ക് മനസ്സിലാവണം. ഈ ചിത്രം പഠിച്ചു വെക്കണം, അതാണ് പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുക. അപ്പോൾ ഒരു കാരണവശാലും ചിത്രം തെറ്റിക്കുക. നിങ്ങൾ ചിത്രം കണ്ടാൽ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ, പിന്നെ അവിടുത്തെ ആംഗിളിൻ്റെ അളവുകളും നോക്കണം. ചിലപ്പോൾ തെറ്റായ ചിത്രവും തരും, 42 ഡിഗ്രിയേക്കാൾ കുറവായി തരും. അപ്പോൾ ഇങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. അപ്പോൾ ഇങ്ങനെ ചിത്രങ്ങൾ തന്നിട്ട് അതിനെ ബേസ് ചെയ്ത് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ കാണാൻ പറയും. എപ്പോഴും ജസ്റ്റ് ഓർത്തേക്കുക, വെൻ എ റേ ഓഫ് ലൈറ്റ് പാസസ് ഫ്രം വൺ മീഡിയം ടു അനദർ മീഡിയം, ദ ലൈറ്റ് റേ എന്ത് ചെയ്യുന്നു, ഈസ് റിഫ്ലക്റ്റഡ് ബാക്ക് ടു ദ സെയിം മീഡിയം. ദിസ് ഫിനോമിന ഈസ് നോൺ ആസ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. അതായത് പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതേ മാധ്യമത്തിലേക്ക് തന്നെ പ്രതിഫലിക്കുന്നതാണ് പൂർണ്ണാന്തര പ്രതിഫലനം. ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. നമുക്ക് വേണ്ടത് ഇങ്ങനെ ഒരു ചിത്രം കണ്ടു കഴിഞ്ഞാൽ ഇനി ഓർത്ത് വയ്ക്കുക, ഇങ്ങനെയാണ് ലൈറ്റ് പോകുന്നതെങ്കിൽ, മക്കളെ ശ്രദ്ധിച്ചോളി, എന്താണ് ഇങ്ങനെയാണ് ലൈറ്റ് പോകുന്നതെങ്കിൽ ഇത് റിഫ്രാക്ഷൻ, അപവർത്തനാണ്. പക്ഷെ സർഫസ് ഏരിയയിലൂടെ പോവുകയാണെങ്കിൽ അത് ക്രിട്ടിക്കൽ ആംഗിളാണ്. ഇനി അതേ മീഡിയത്തിലേക്ക് തന്നെ തിരിച്ചു വരികയാണെങ്കിൽ അത് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. അപ്പോൾ ഒരു കാരണവശാലും തെറ്റിക്കരുത്, ഈ ചിത്രങ്ങളെ മനസ്സിലുണ്ടാവണം. ചിത്രത്തിനെ ബേസ് ചെയ്തിട്ട് മാത്രമേ ചോദ്യം വരുള്ളൂ. ഇനി ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കാൻ വേണ്ട കണ്ടീഷൻ 2 കൂടി നമ്മൾ പഠിച്ചു വയ്ക്കണം. എന്താണ് ആ കണ്ടീഷൻ? ഇതാ നോക്കി നോക്കുക. എന്താണ് ആദ്യത്തെ കണ്ടീഷൻ? എന്താണ്? ദ ലൈറ്റ് റേ ഷുഡ് പാസസ് ഫ്രം ഡെൻസർ മീഡിയം ടു റെയർ മീഡിയം. എപ്പോഴും പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞതിലേക്ക് വരണം. അതുകൊണ്ടാണ് നമ്മൾ ഇതുവരെ വരച്ച ചിത്രം വാട്ടറിൽ നിന്ന് എയറിലേക്ക്, ഗ്ലാസിൽ നിന്ന് എയറിലേക്ക് ആണല്ലേ, സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും കുറഞ്ഞതിലേക്ക്. അതാണ് ആദ്യത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ. ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടിയ അളവിലായിരിക്കണം പ്രകാശം പതിക്കേണ്ടത്. ഗ്ലാസിൻ്റെ 42 ആണ്, അപ്പോൾ 43 ഡിഗ്രി വന്നാൽ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. ഇനി വെള്ളത്തിനാണെങ്കിൽ 48.6 അല്ലേ, 48.6 അതിനേക്കാൾ കൂടിയ അളവിൽ വന്നാൽ അത് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. അപ്പോൾ ഇനി പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യങ്ങൾ എങ്ങനെ നമുക്ക് മനസ്സിലായി? ഇപ്പോൾ നമ്മൾ കൺസെപ്റ്റ് മനസ്സിലാക്കി. ഇനി നമ്മൾ ഈ ഒരു ടൈപ്പ് ചോദ്യങ്ങളാണ് എപ്പോഴും പരീക്ഷയ്ക്ക് വരിക. അപ്പോൾ നമ്മളോട് ആദ്യത്തെ ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെ അപ്ലിക്കേഷൻ ഫോർ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ആണ്. നമ്മൾ ഈ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എവിടെ ഉപയോഗിക്കുന്നതാണ് ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. ഈ ചിത്രം നിങ്ങളെ മനസ്സിലേക്ക് ഓടി എത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നതാണ്. ആദ്യത്തെ ഒപ്റ്റിക്കൽ ഫൈബർ, അതായത് നമ്മുടെ വീട്ടിലേക്ക് കേബിൾ ടി വി ഒക്കെ വരുന്ന ആ ഒപ്റ്റിക് ഫൈബർ അല്ലേ. ഇനി ഡയമണ്ടിൻ്റെ തിളക്കത്തിനൊക്കെ കാരണം ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. ഇനി എൻഡോസ്കോപ്പി, നമ്മുടെ ശരീരത്തിന് ഉൾഭാഗത്തെ ആരാണോ സന്തോഷം ആഗ്രഹിക്കാത്ത, അങ്ങനെയൊക്കെ കേട്ടിട്ടില്ലേ. അപ്പോൾ വയറിൻ്റെ ഉള്ളിലുള്ള ആ ഇൻറ്റേർണൽ ഓർഗൻസിനെ കുറിച്ച് പഠിക്കാൻ അതിൻ്റെ വിഷ്വലൊക്കെ കാണുന്ന ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ബേസ് ചെയ്തിട്ടാണ്. ഇനി റിഫ്ലക്റ്റ്, അതായത് വാഹനങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന ടെയിൽ ലാമ്പുകൾ, പെരിസ്കോപ്പ്, മരീചിക, മിറാഷ്, ഇതൊക്കെ എന്താണ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ആണ്. അപ്പോൾ ഇനി നമുക്ക് പരീക്ഷയ്ക്ക് വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻ, ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള എല്ലാ കൺസെപ്റ്റും ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി. ഇനി ഇതിനെ ബേസ് ചെയ്തിട്ട് പരീക്ഷ വരുന്ന ചോദ്യം എങ്ങനെയായിരിക്കും? ഇതാ പിടിച്ചോളി, നോക്കിക്കോളി. മാർച്ച് 2021 ചോദിച്ചു, ഒപ്റ്റിക്കൽ ഫൈബറിൽ ഉപയോഗിക്കുന്ന പ്രകാശത്തിന്റെ പ്രതിഭാസം ഏത്? ഒരു കൺഫ്യൂഷൻ വേണ്ട. ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് കേട്ടാൽ അതേതാണ്? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ, പൂർണ്ണാന്തര പ്രതിഫലനം. ഇത് ഞാൻ എഴുതുന്നില്ല, നിങ്ങൾ പഠിക്കും. രണ്ടാമത്തെ നിങ്ങൾ മനസ്സിലാക്കേണ്ട പോയിന്റ്, ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടിയ അളവിൽ, ക്രിട്ടിക്കൽ കോണിനേക്കാൾ അല്ലെങ്കിൽ ആ പതനക്കോണിനേക്കാൾ കൂടിയ അളവിൽ പ്രകാശം കൂടിയാൽ, പതനക്കോൺ കൂടിയാൽ പ്രകാശത്തിന് എന്ത് സംഭവിക്കുന്നതാണ്? വാട്ട് ചേഞ്ച് ദ പാത്ത് ഓഫ് ലൈറ്റ് ഒബ്സർവ് ഇഫ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇസ് ഗ്രേറ്റർ ദാൻ ദ ക്രിട്ടിക്കൽ ആംഗിൾ. ഗ്രേറ്റർ ദാൻ ദ ക്രിട്ടിക്കൽ ആംഗിൾ ആയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അത് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ആണ്, പൂർണ്ണാന്തര പ്രതിഫലനാണെന്ന് ഓർത്തേക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പരീക്ഷയ്ക്ക് വന്നത്. അപ്പോൾ ഇതൊരു ഒറ്റ തവണ കേട്ടെങ്കിൽ ആൻസർ പഠിച്ചില്ലേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ചോദ്യം നിങ്ങൾ കണ്ടാൽ മതി, 6 മാർക്ക് ഉറപ്പ് എന്ന് പറഞ്ഞത്. ഇനി അടുത്തൊരു ചോദ്യം നോക്കും. നമുക്ക് തന്നിരിക്കുന്ന ചിത്രത്തിലേക്ക് നോക്കും. ചിത്രത്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും കൂടുതൽ ക്വസ്റ്റ്യൻ വരും. ഇവിടുന്ന് ഒരു ലൈറ്റ് വന്നു, അത് ഗ്ലാസ്സിൽ നിന്ന് എയറിലേക്കാണ്. പക്ഷേ ഇത് റിഫ്രാക്ഷനാണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇതായിരിക്കും, ഇതാണ് ക്രിട്ടിക്കൽ ആംഗിൾ. അപ്പോൾ ഇവിടെയുള്ള കോണാണ് ക്രിട്ടിക്കൽ ആംഗിൾ എന്നാണ്. അങ്ങനെയെങ്കിൽ അതേ മീഡിയത്തിലേക്ക് തന്നെ തിരിച്ചു വരികയാണെങ്കിൽ ഏതായി? അത് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. അപ്പോൾ ഇതിനെ ബേസ് ചെയ്ത് ചോദ്യം വന്ന് അത്രേ ഉള്ളൂ. വാട്ട് ഈസ് ദ ക്രിട്ടിക്കൽ ആംഗിൾ ഓഫ് ഗ്ലാസ് ഹിയർ? ഇവിടെ ഗ്ലാസിൻ്റെ ക്രിട്ടിക്കൽ ആംഗിൾ കാണിക്കുന്ന ചിത്രം ഏതോ ചോദിച്ചാൽ ഇതാണ്. ആ ക്രിട്ടിക്കൽ ആംഗിൾ എത്രയായിരിക്കും? 42 ഡിഗ്രി. എത്ര ആയിരിക്കണം? 42 ഡിഗ്രി. അപ്പോൾ നമുക്കോട് ചോദിക്കുകയാണെങ്കിൽ 42 ഡിഗ്രിയാണ് രണ്ടാമത്തെ പിക്ചറാണെന്നൊക്കെ പറയാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഫിഗർ റെപ്രസെന്റ് ദ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ? ഇതിൽ ഏത് ഫിഗറാണ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ?
ലാസ്റ്റ് ഫിഗറാണ്. ഒറ്റയടിക്ക് നിങ്ങൾ ആൻസർ പറഞ്ഞല്ലേ, ഇത്ര ഉള്ളൂ. ഇനി അടുത്തത് റൈറ്റ് എനി 2 അപ്ലിക്കേഷൻ ഓഫ് ടോട്ടൽ ഇൻ്റർ, പൂർണ്ണാന്തര പ്രതിഫലനത്തിന് 2 ഉപയോഗങ്ങൾ എഴുതുക. ഒപ്റ്റിക് ഫൈബർ, ഇനി അതല്ലെങ്കിൽ എന്താ പറയുക, നമ്മളെ എൻഡോസ്കോപ്പി നമ്മൾ പറഞ്ഞു, ഡയമണ്ടിൻ്റെ ആ ഒരു ബ്രൈറ്റ്നസ് അല്ലെങ്കിൽ തിളക്കത്തിനൊക്കെ കാരണം അതൊക്കെ ടോട്ടൽ ഇൻ്റർണൽ റിഫ്ലക്ഷൻ ആണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഈ രീതിയിൽ ക്വസ്റ്റ്യൻ വന്ന് നിങ്ങൾക്ക് എഴുതാൻ പറ്റൂല മക്കളെ. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻറ്റ് കിട്ടിയില്ലേ? ഇപ്പോൾ നോക്കൂ, ഒറ്റ തവണ വെറുതെ കണ്ടോടുകൂടി നിങ്ങൾക്ക് ഈ 6 മാർക്ക് ഉറപ്പാണ്. ഇനി അടുത്തൊരു ചോദ്യം നോക്കി, ഈ ചിത്രത്തിലേക്ക് നോക്കുക. ലൈറ്റ് AB, ഇതാണ് ഇൻസിഡൻറ്റ് റേ, പതനരശ്മി എന്ന് പറയുന്നത്. അപ്പോൾ ലൈറ്റ് ഗ്ലാസ്സിൽ നിന്ന് എയറിലേക്കാണ് വരുന്നത്. അപ്പോൾ ഇവിടെ പകുതി മാത്രമേ തന്നിട്ടുള്ളൂ, ബാക്കിയൊക്കെ കംപ്ലീറ്റ് ആക്കണം. ഇവിടെ N, ഇത് N ആണ്. ഈ N ഡാഷ് എന്നൊക്കെ നമ്മളെ തെറ്റിക്കാൻ വേണ്ടിയിട്ടാണ്, ഒന്ന് കണ്ട് പേടിക്കണ്ട. ഈ N എന്ന് പറഞ്ഞാൽ ഏതാണ്? നോർമൽ, ലംബമാണ്. അപ്പോൾ ഇവിടുന്ന് ഒരു ലൈറ്റ് വരുന്നു. അപ്പോൾ ഒബ്സർവ് ദ ഫിഗർ നിങ്ങളോട് നിരീക്ഷിക്കാൻ പറയാണ്. എന്നിട്ട് ആദ്യത്തെ ചോദ്യം എന്താണ്? AB എന്നത് ഗ്ലാസ്സിൽ നിന്ന് വായുവിലേക്ക് ചെരിഞ്ഞു പതിക്കുന്ന പ്രകാശരശ്മിയാണ്, അതാണ് AB. N ഡാഷ് എന്ന് പറഞ്ഞാൽ പതന ബിന്ദുവിലെ ലംബമാണ്. ബിയിൽ നിന്ന് പ്രകാശരശ്മിയുടെ തുടർപാത വരച്ച് പൂർത്തിയാക്കുക. നമ്മളോട് പറഞ്ഞത് എന്താണ്? ആസ് AB ഈസ് ദ പാത്ത് ഓഫ് ലൈറ്റ് ഫാളിംഗ് ഒബ്ലിക്വലി ഗ്ലാസ് ടു എയർ ആണ്. ഇൻ്റർഫറൻസ് N ഡാഷ് എന്നൊക്കെ കേട്ടാൽ അത് നോർമലാണ്. അപ്പോൾ നമ്മളോട് എന്താ പറഞ്ഞത്? ആ ഈ ഫിഗർ കംപ്ലീറ്റ് ആക്കാനാണ് പറഞ്ഞത്. അപ്പോൾ അതൊന്നും ഈ വലിയ ചോദ്യം കണ്ടു നിങ്ങൾ പേടിക്കണ്ട. ഈ ഫിഗർ കംപ്ലീറ്റ് ആക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കത്തുള്ളൂ. ഇവിടെ എത്ര? 46 ഡിഗ്രിയാണ്. ഇത് ഗ്ലാസ് ആണ്. 46 ഡിഗ്രി ആണെങ്കിൽ ഗ്ലാസിൻ്റെ ക്രിട്ടിക്കൽ കോൺ 42 ഡിഗ്രിയാണ്. 42 ഡിഗ്രിയേക്കാൾ കൂടുതലാണെങ്കിൽ ഒരു കൺഫ്യൂഷനും വേണ്ട, ഇങ്ങനെ വരും അല്ലേ? ദേ പിടിച്ചോ നമ്മൾ ആൻസർ എന്താണ്? അതേ മീഡിയത്തിലേക്ക്. അപ്പോൾ ഇവിടുത്തെ ആംഗിളും എത്ര ആയിരിക്കും? 46 ഡിഗ്രി. അപ്പോൾ ഇത് ടോട്ടൽ ഇൻ്റർണൽ റിഫ്ലക്ഷൻ. അപ്പോൾ പിക്ചർ കംപ്ലീറ്റ് ആക്കാൻ പറയുന്നു. ആദ്യത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? പതനത്തിനു ശേഷം പ്രകാശരശ്മിയുടെ പാത ചിത്രീകരിക്കാൻ സഹായിച്ച പ്രതിഭാസം എഴുതുക. ഇവിടെ നെയിം ദ ഒപ്റ്റിക്കൽ ഫിനോമിന ദാറ്റ് ഹെൽപ് ടു യു ഡ്രോ ദ പാത്ത് ഓഫ് റേ ഓഫ് ആഫ്റ്റർ എന്താണ്? ഇൻസിഡൻസ് അല്ലേ? പതനത്തിന് ശേഷം നമ്മളോട് ഈ പാത കംപ്ലീറ്റ് ആക്കാൻ ഉപയോഗിച്ച ആ ഫിനോമിനൻ്റെ പേരെന്താണ്? ഒരു കൺഫ്യൂഷൻ വേണ്ട, അതാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. ഏത്? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ, പൂർണ്ണാന്തര പ്രതിഫലനമാണ് അല്ലേ? അങ്ങനെയെങ്കിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഈ പ്രകാശത്തിൻ്റെ പ്രതിഭാസത്തിൻ്റെ അല്ലെങ്കിൽ ഈ പ്രകാശ പ്രതിഭാസത്തിൻ്റെ 2 ഉപയോഗങ്ങൾ എഴുതുക. നേരത്തെ അതേ ചോദ്യം തന്നെയാണ് അല്ലേ? നമ്മളോട് റൈറ്റ് ഡൗൺ ദ ഒപ്റ്റിക്കൽ എന്താണ് അപ്ലിക്കേഷൻ ഓഫ് ഒപ്റ്റിക്കൽ ഫിനോമിന. 2 ഫിനോമിന നമ്മളോട് എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എഴുതിക്കൂടെ? നമ്മൾ 6 ഫിനോമിനകളും അതിൽ ഞാനൊരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ട 2 എഴുതിയാൽ മതി. അപ്പോൾ നോക്കൂ മക്കളെ, ഇത്ര ഉള്ളൂ. അപ്പോൾ നോക്കി, ഈ ഒരു ടോട്ടൽ ഇൻ്റേണൽ റിഫ്ലക്ഷൻ ക്രിട്ടിക്കൽ ആംഗിളുടെ ആ പിക്ചർ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഇപ്പോൾ ഇതൊരു ഒറ്റ തവണ കണ്ടൊരാക്കി ഈസി ആയിട്ട് ഇനി ഏത് ചോദ്യം വന്നാലും നിങ്ങൾക്ക് ആൻസർ ചെയ്തുകൂടെ? അതാണ് നമുക്ക് വേണ്ടത്. അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങളൊരു ചോദ്യം ചോദിക്കട്ടെ. നമ്മളൊരു അക്വേറിയത്തിലേക്ക് നോക്കുന്ന സമയത്ത് അക്വേറിയത്തിൻ്റെ അടിഭാഗം മുകൾ ഭാഗത്ത് വെള്ളത്തിൻ്റെ ആ സർഫസ് ഏരിയയിൽ നമുക്കിങ്ങനെ കാണും. അതിനെന്താ കാരണം അറിയോ? മക്കളെ, ഈ ഒരു വീഡിയോ കണ്ട ആളുകൾ ഇതിൻ്റെ ആൻസർ താഴെ എന്ത് ചെയ്യുക? കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി ഈ ചാപ്റ്ററിനകത്ത് ബുദ്ധിമുട്ടുള്ള ഏരിയയും അല്ലെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ചെയ്യുന്ന വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ ഇനിയും വരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഇതെല്ലാവരും കാണുന്നതോടൊപ്പം നിങ്ങളെ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യണം. നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവർക്കൊക്കെ മാർക്ക്, നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ മാർക്ക് കിട്ടട്ടെ. അപ്പോൾ വരാനിരിക്കുന്ന എക്സാം നിങ്ങൾക്ക് ഉഷാറായിട്ട് അടിപൊളിയായിട്ട് എഴുതാൻ കഴിയട്ടെ. നമുക്ക് ഇനിയും ഒരുപാട് ക്വസ്റ്റ്യനുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരും. അപ്പോൾ നിങ്ങൾ കട്ട സപ്പോർട്ട് നൽകുക. ഓക്കേടാ, താങ്ക് യു, ബൈ ബൈ.